എക്കോക്സി സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആയിട്ടുള്ള ജനറൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, എക്കോക്സി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സെർച്ച് അക്കൗണ്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു സെർച്ച് അക്കൗണ്ട്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് സെർച്ച് പേജാണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു അക്കൗണ്ട് സെർച്ച് പേജിൽ നമ്മൾ ഇതുവരെ എക്കോക്സി സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്തിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഡാറ്റ ടേബിളിൽ ട്രാൻസാക്ഷൻ ഡേറ്റ്, ട്രാൻസാക്ഷൻ ടൈപ്പ്, റെഫറൻസ് നമ്പർ, ഓരോ ട്രാൻസാക്ഷൻ്റെയും ഡെബിറ്റ് ലെഡ്ജർ ആൻഡ് ക്രെഡിറ്റ് ലെഡ്ജർ ആൻഡ് ടോട്ടൽ എമൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ്, ഓരോ ട്രാൻസാക്ഷൻ്റെയും സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓരോ ട്രാൻസാക്ഷനും വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ്റെ ഫോം ആയിരിക്കും റീഡയറക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് മോർ ഓപ്ഷൻസ് ആണ്. ഈ ഒരു മോർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ട്രാൻസാക്ഷൻ നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിബിൾ ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ഈ ഒരു ഓപ്ഷൻസിൽ വരുന്ന മെനൂസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഫിൽറ്റർ ഓപ്ഷനാണ്. ഈ ഒരു ഫിൽറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ ടാബ് ഓപ്പൺ ആവുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ്റെ ഒരു പർട്ടിക്കുലർ ഡീറ്റെയിൽസ് മാത്രം നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കണമെങ്കിൽ ഈ ഒരു ഫിൽറ്റർ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് എടുക്കാൻ സാധിക്കും. ഫിൽറ്റർ ഓപ്ഷനിൽ നമുക്ക് ട്രാൻസാക്ഷൻ ടൈപ്പ് വൈസ് നമുക്ക് ഡാറ്റ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലെഡ്ജർ നെയിം എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുപോലെ നമുക്ക് ബൈ ഡേറ്റ് ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ബൈ ഡേറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഡേറ്റിൻ്റെ ബേസിസിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ഈ ഒരു ഫിൽറ്റർ ടാബിൽ തന്നെ നമുക്ക് ക്യാൻസൽഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ക്യാൻസൽഡ് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസൽഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് സെർച്ച് ബാർ ആണ്. ഈ ഒരു സെർച്ച് ബാറിൽ നമുക്ക് ട്രാൻസാക്ഷൻ ടൈപ്പ് അല്ലെങ്കിൽ ഡെബിറ്റ് ലെഡ്ജർ, ക്രെഡിറ്റ് ലെഡ്ജർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷൻ ആണ്. ഈ ഒരു എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ഡാറ്റ എല്ലാം നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ഓരോ ട്രാൻസാക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലും ഓരോ പ്ലസ് ഐക്കൺ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ്റെ അക്കൗണ്ട് എൻട്രീസ് കാര്യങ്ങളെല്ലാം നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. ഓരോ ട്രാൻസാക്ഷൻ്റെയും ലെഡ്ജർ നെയിം, അതുപോലെ ഡെബിറ്റ് എമൗണ്ട് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട് ഈ ഒരു ടാബിൽ അവൈലബിൾ ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ എന്തെങ്കിലും കാരണത്താൽ ക്യാൻസൽ ചെയ്യേണ്ടി വന്നാൽ ആ ക്യാൻസൽ ട്രാൻസാക്ഷൻസ് എല്ലാം റെഡ് കളറിലാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെല്ലാം ക്യാൻസൽഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. നെക്സ്റ്റ്, റൈറ്റ് സൈഡിൽ എക്സിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഡാഷ്ബോർഡിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. എക്കോക്സിയിൽ അവൈലബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് ജനറൽ ഫീച്ചറാണ് ക്വിക്ക് സെർച്ച് ഓപ്ഷൻ. ഈ ഒരു ക്വിക്ക് സെർച്ച് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ക്വിക്കായിട്ട് ഒരു ഫോം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെർച്ച് ഫോർ എനിത്തിങ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഫോമും എൻ്റർ ചെയ്യാനും അത് ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് F1 കീ കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു സെർച്ച് റിസൾട്ട്സ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു സെയിൽസ് പേഴ്സൺ എന്ന ഒരു ഫോം ക്വിക്കായിട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് സെയിൽസ് പേഴ്സൺ എന്ന ഒരു ഫോം നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് റിസൾട്ട്സ് എന്ന പേജാണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു സെർച്ച് റിസൾട്ട്സ് പേജിൽ നമ്മൾ സെർച്ച് എൻ്റർ ചെയ്ത് കൊടുത്ത ആ ഒരു സെയിൽസ് പേഴ്സൺ റിസൾട്ട്സ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് മോഡ്യൂൾസ് വഴി നാവിഗേറ്റ് ചെയ്യുന്നതിന് പകരം വളരെ ഈസിയായി ഈ ഒരു ക്വിക്ക് സെർച്ച് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതൊരു ഫോമും ആക്സസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ എൻ്റർ ചെയ്ത സെയിൽസ് പേഴ്സൺ റിസൾട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് മെനുവിലുള്ള സെയിൽസ് പേഴ്സൺ ഫോമാണ്. ഈ ഒരു സെയിൽസ് പേഴ്സൺ ഫോമാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് പേഴ്സൺ ഫോമാണ് ഓപ്പൺ ആവുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് റിപ്പോർട്ട് മെനു ആണ്. ഈ ഒരു സെയിൽസ് പേഴ്സൺ റിപ്പോർട്ടാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് പേഴ്സൺ റിപ്പോർട്ടാണ് ഓപ്പൺ ആവുന്നത്. ഇതുപോലെ നമുക്ക് ഏതൊരു ഫോമും ഈ ഒരു സെർച്ച് റിസൾട്ട്സിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. റൈറ്റ് സൈഡിലുള്ള എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാഷ്ബോർഡാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. ക്വിക്ക് സെർച്ച് ഓപ്ഷന് ശേഷം നെക്സ്റ്റ് ഒരു ജനറൽ ഫീച്ചർ വരുന്നത് ആഡ് ന്യൂ മെനു ആണ്. ഈ ഒരു ആഡ് ന്യൂ ഐക്കൺ
യൂസ് ചെയ്യുന്നത് നമുക്ക് ക്വിക്കായിട്ട് ഒരു ഐറ്റം ആഡ് ചെയ്യാനാണ്. ആഡ് ന്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ന്യൂ ടാബ് ഓപ്പൺ ആവുന്നു. ഈ ഒരു ആഡ് ന്യൂ ടാബിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു ഫോമിലും നമുക്ക് ക്വിക്കായിട്ട് ഒരു ഐറ്റം റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് ഒരു സപ്ലയർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ജനറൽ ഹെഡിൻ്റെ അണ്ടറിലുള്ള സപ്ലയർ ഫോമിൽ ക്ലിക്ക് ചെയ്യുക. സപ്ലയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ സപ്ലയർ ഫോം ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു ഫോമിൽ നമുക്ക് ഒരു സപ്ലയർ ആഡ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു ഫോമിലും നമുക്ക് ക്വിക്കായിട്ട് ഒരു ഐറ്റം റെക്കോർഡ് ചെയ്യാനും ഐറ്റം ക്രിയേറ്റ് ചെയ്യാനെല്ലാം സാധിക്കും. നെക്സ്റ്റ് വരുന്നത് പ്രൊഫൈൽ സെറ്റിംഗ്സിലുള്ള ഓപ്ഷനാണ്. ഈ ഒരു പ്രൊഫൈൽ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ സെറ്റിംഗ്സിലുള്ള ഓപ്ഷനും അതുപോലെ തന്നെ ബിസിനസ് സ്വിച്ചിൻ്റെ ഓപ്ഷനുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ടാബിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ബിസിനസ്സിൻ്റെ ലിസ്റ്റും കാണാൻ സാധിക്കും. നമുക്ക് ബിസിനസ് സ്വിച്ച് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടാബിൽ തന്നെ അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഈ ഒരു ഓർഗനൈസേഷനിൽ നിന്നും മറ്റൊരു ബിസിനസ്സിലേക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ ഏത് ബിസിനസ്സിലേക്കാണോ ലോഗിൻ ചെയ്യേണ്ടത് ആ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബിസിനസ് ആയിരിക്കും ഓപ്പൺ ആവുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു പ്രൊഫൈൽ സെറ്റിംഗ്സിന് വേണ്ടിയിട്ട് എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് നെയിം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് നെയിം എഡിറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് മൊബൈൽ നമ്പർ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മളുടെ പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ജനറൽ ഫീച്ചറിൽ നെക്സ്റ്റ് വരുന്നത് നോട്ടിഫിക്കേഷൻ മാസ്റ്റർ ആണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ ടാബ് ഓപ്പൺ ആവുന്നു. ഈ ഒരു ടാബിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു വ്യൂ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ മാസ്റ്റർ പേജ് ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു പേജിൽ ഏതൊക്കെ ടൈപ്പ് നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് റിസീവ് ആവുന്നതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റെക്കറിംഗ് സെയിൽസിൻ്റെ ഹെഡ് ഇവിടെ കാണാം. റെക്കറിംഗ് സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ മാസ്റ്ററിൽ അവൈലബിൾ ആണ്. ഇവിടെയുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റെക്കറിംഗ് സെയിൽസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. റെക്കറിംഗ് സെയിൽസ് പോലെ തന്നെ നമുക്ക് റെക്കറിംഗ് പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ തന്നെ നമുക്ക് സാധിക്കും. റെക്കറിംഗ് പർച്ചേസിന് ശേഷം വരുന്നത് അപ്ഡേറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷനാണ്. നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള വരുന്ന ന്യൂ അപ്ഡേറ്റ്സ് എല്ലാം അറിയാനായിട്ട് ഈ ഒരു അപ്ഡേറ്റ്സ് ഓപ്ഷനിലൂടെ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് റീ ഓർഡർ ലെവൽ ഓപ്ഷനാണ്. നമ്മളുടെ പ്രോഡക്ട്സിൻ്റെ റീ ഓർഡർ ലെവൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു റീ ഓർഡർ ലെവൽ റീച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ റിസീവ് ആവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏത് പ്രോഡക്റ്റിനാണ് റീ ഓർഡർ ലെവൽ റീച്ച് ചെയ്തതെന്ന് ഉള്ള കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് സീറോ സ്റ്റോക്ക് ഓപ്ഷനാണ്. സീറോ സ്റ്റോക്ക് ഓപ്ഷനിൽ നമ്മളുടെ ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് സീറോ സ്റ്റോക്ക് ആയത് എന്നുള്ള രീതിയിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് റിസീവ് ആവുന്നതാണ്. ഈ ഒരു സീറോ സ്റ്റോക്ക് ഓപ്ഷൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രോഡക്റ്റ് ആണോ സീറോ സ്റ്റോക്ക് ആയത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്കായിരിക്കും ആക്സസ് ചെയ്യാൻ കഴിയുക. നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് ഡ്യൂ ഓപ്ഷനാണ്. നമ്മളുടെ പേയ്മെൻറ്റ് ഡ്യൂ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷൻ മാസ്റ്ററിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ മാസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻസിൽ ഏതിലെങ്കിലും ഒരു ന്യൂ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻസിൽ കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ മാസ്റ്ററിന് ശേഷം വരുന്ന നെക്സ്റ്റ് ഫീച്ചറാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. ഈ ഒരു ഫീഡ്ബാക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ടാബാണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു ഫീഡ്ബാക്ക് ടാബ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ എക്കോപ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സജഷൻസ് ആൻഡ് ഫീഡ്ബാക്ക് എല്ലാം എക്കോപ്സ് ടീമിലേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ടാബിൽ യൂസറിൻ്റെ ഇമെയിൽ ID ആൻഡ് മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക്കലി ആക്സസ് ആകുന്നതാണ്. അതിനുശേഷം കമൻറ്റ്സ് എന്ന ഈ ഒരു ബോക്സിൽ ഫീഡ്ബാക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫീഡ്ബാക്ക് ആൻഡ് സജഷൻ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫീഡ്ബാക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ജനറൽ ഫീച്ചേഴ്സിൻ്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.